إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ റമദാനിലെ പുണ്യകരമായ ഈ ദിനരാത്രങ്ങളിൽ ഈമാനും തഖ്വയും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റമദാനിലെ പിന്നിട്ട ദിനരാത്രങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് പൂർണ്ണമായും പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും വല്ലാത്തൊരു ആത്മീയമായ അനുഭൂതിയും ഈമാനികമായ ചൈതന്യവും നൽകുന്ന ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ സംഭവമാണ് ഹിജ്റ 2-ാം വർഷം പരിശുദ്ധ റമദാനിന്റെ 17-ാമത്തെ ദിവസം നടന്ന ബദർ യുദ്ധം. യൗമുൽ ഫുർഖാൻ എന്നാണ് ബദർ ദിനത്തെ ഖുർആൻ പറഞ്ഞത്. യൗമുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനത്തിന്റെ ദിനം എന്നാണ്. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ ദിവസം അഥവാ യൗമുൽ ഫുർഖാൻ, ആ ഫുർഖാനിൽ നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചതിലും വലിയ പാഠമുണ്ട് എന്ന് അല്ലാഹു സൂചിപ്പിക്കുകയാണ്. ബദറിന്റെ ചരിത്രം നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം മക്കയുടെ ചരിത്രം പഠിക്കണം. മക്കയുടെ ചരിത്രം അറിയാത്തവന് ബദർ പഠിക്കാൻ കഴിയില്ല, ബദറിന്റെ ചരിത്രവും പഠിക്കാൻ കഴിയില്ല, ബദറിന്റെ സന്ദേശവും മനസ്സിലാക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി മക്കയിൽ വരുമ്പോൾ കോടിക്കണക്കിന് ദീനാറുകളുടെ സമ്പത്ത് കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ കമ്പോളമായിരുന്നു മക്ക രാജ്യം. യമനിനും പേർഷ്യക്കും, റോമിനും പേർഷ്യക്കും, യമനിനും ഷാമിനും സിറിയക്കുമൊക്കെ ഇടയിൽ മധ്യവർത്തിയായി വർത്തിച്ചിരുന്ന
മക്ക. കാരണം ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെ ഒരു അടിസ്ഥാനം മക്കയായിരുന്നു. മക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ. എന്താണ് മക്ക അങ്ങനെയാകാൻ കാരണം? മക്ക അങ്ങനെ ആയിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിജനമായ പ്രദേശമായിരുന്നു. കുടിക്കാൻ വെള്ളമില്ലാത്ത, പച്ചപ്പില്ലാത്ത മരുഭൂമിയായിരുന്നു. യാത്രാസംഘങ്ങൾ അതിശക്തമായ ചൂട് കാരണം വളരെ വേഗത്തിൽ മൃഗങ്ങളെ ഓടിച്ച് യാത്ര പോയിരുന്ന ഒരു പ്രദേശമായിരുന്നു മക്ക. ആൾത്താമസമില്ലാത്ത വിജനമായ പ്രദേശം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലെത്തിയപ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെത്തിയപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹുവേ, ഈ നാടിനെ നീ നിർഭയത്തെ രാജ്യമാക്കണമേ, ഈ നാട്ടുകാർക്ക് നീ സമറാത്തുകൾ കൊണ്ട് ധന്യത നൽകണമേ. ആ പ്രാർത്ഥന പടച്ചവൻ കബൂൽ ചെയ്തു. ഇബ്രാഹിം നബി അവിടെ വരുമ്പോ, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. കഅബയുടെ അസ്ഥിവാരമാണ് അവിടെയുള്ളത്. അവിടെ ഗൈറ ദി സർഇൻ, ഒരു കൃഷിയുമില്ല, പച്ചപ്പുമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. വിളിച്ചാൽ ഓടി വരാൻ ആളില്ല. ആൾത്താമസമില്ലാത്ത വിജനമായ സ്ഥലമാണ് മക്ക. അവിടെ വെച്ചാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. അത് മാത്രമല്ല, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബനാ വജഅൽനാ റബ്ബനാ വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. അല്ലാഹുവേ, ഈ നാട്ടിലേക്ക്, ഈ നാട്ടുകാരിൽ നിന്ന് ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ. ഇവർക്ക് വേദം പഠിപ്പിച്ചു കൊടുക്കുന്ന, കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇവരെ സംസ്കരിക്കുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്നും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് അല്ലാഹു തആല സ്വീകരിച്ചത്. ഇബ്രാഹിം നബിന്റെ കാലം കഴിഞ്ഞു, ഇസ്മായിൽ നബിയുടെ കാലം കഴിഞ്ഞു, ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ യാക്കൂബ് നബി വന്നു, ബനി ഇസ്രായേലർ വന്നു. എന്നാൽ ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കൾ ഇസ്ഹാഖ് നബി ഇസ്മായിൽ നബിയും, ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ പ്രവാചകന്മാർ വന്നില്ല. ഇസ്ഹാഖ് നബിന്റെ പരമ്പരയിലാണ് വന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരികയാണ്. അത് ഈ ഇബ്രാഹിം നബിന്റെ ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം നടത്തുമ്പോൾ മക്ക സമ്പൽ സമൃദ്ധമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി മക്കത്ത് വന്നപ്പോ മക്ക ശൂന്യമാണ്. അപ്പൊ മക്കയുടെ ഈ സമ്പൽ സമൃദ്ധിക്കുള്ള കാരണം എന്താണ്? ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. മുഹമ്മദ് നബി അള്ളാഹ് നിയോഗിച്ചതിന്റെ കാരണം എന്താണ്? ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. മുഹമ്മദ് നബി വന്നിട്ട് മക്കയിലുണ്ടായിരുന്ന ആൾക്കാരെ വിളിച്ചത് എവിടേക്കാ? ഇബ്രാഹീമിന്റെ മില്ലത്തിലേക്കാണ്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബിന്റെ മില്ലത്തിലേക്ക് വിളിച്ചു, മാർഗത്തിലേക്ക്. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം? മക്കയിൽ ഇബ്രാഹിം നബി നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ ഏതിലേക്കായിരുന്നോ ഇബ്രാഹിം നബി ജനങ്ങളെ വിളിച്ചത്, അതിന്റെ നേരെ വിപരീതമാണ് ആ നാട്ടിൽ നടന്നിരുന്നത്. ഇബ്രാഹിം നബി കഅബ ഉണ്ടാക്കി, ഇസ്മായിൽ നബിയും കൂടി. എന്തിനാണ്? അള്ളാനെ മാത്രം ആരാധിക്കാൻ. ഭൂമിയിൽ ആദ്യത്തെ ഗേഹം. നബി വരുമ്പോ, നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാന്റെ റസൂല് വരുമ്പോ കഅബന്റെ ഉള്ളിൽ വിഗ്രഹങ്ങളാണ്. കഅബയെ തവാഫ് ചെയ്യുന്നുണ്ട്. മക്കയിൽ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ ഹാജിമാരാ. അവർ കഅബയെ തവാഫ് ചെയ്യുന്നു. അവർ തൽബിയത്ത് ചെല്ലുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികു വ മാ മലക്. നിനക്കൊരു പങ്കുകാരില്ല. ഇബ്രാഹിം നബി പഠിപ്പിച്ച തൽബിയത്ത് നേരെ മാറ്റിയവര്. അല്ലാഹുവേനാ വിളിക്കണത് മക്കത്തെ മുശ്രിക്ക് അബൂജഹൽ. എന്നിട്ട് പറയാണ്, നീ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന ഒരു പങ്കുകാരൻ നിനക്കുണ്ട്, വേറെ പങ്കുകാരൊന്നും ഇല്ലാന്ന്. അവിടെയാണ് മക്കത്തെ മുശ്രിക്കിന് തെറ്റിയത്. ഇബ്രാഹിം നബി പഠിപ്പിച്ചതിന് നേരെ എതിരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തി. ശത്രുക്കളുണ്ടായി. ഇവരൊക്കെ നബിക്ക് നേരെ തിരിഞ്ഞു.
മക്കയും മക്കയുടെ ധന്യതയും അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ധന്യതയ്ക്ക് കാരണക്കാരനായി ഇബ്രാഹിം നബിയുടെ വിശ്വാസം ഉണ്ടല്ലോ. നമ്മളെ ഉപ്പയായ ഇബ്രാഹിം, മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് ഞങ്ങളാളാണ് ഇബ്രാഹിം നബി എന്നാ. ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞത് അതാ, ഇബ്രാഹിം നബി ഞങ്ങളാളാന്നാ. അപ്പൊ നബി പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഇബ്രാഹിം നബിന്റെ മില്ലത്തിലേക്ക് മടങ്ങണം. ഇബ്രാഹിം നബി ഏത് മാർഗ്ഗം കാണിച്ചെന്ന് അതിലേക്ക് വരണം. അള്ളാഹനെ മാത്രം ആരാധിക്കണം, അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. ഇടയാളന്മാർ വേണ്ട, മധ്യവർത്തികൾ വേണ്ട, നേരിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാ ഇബ്രാഹിം നബി പഠിപ്പിച്ചത്. അതങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കഅബയെ തവാഫ് ചെയ്തത് അവർ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനാണ്. പിന്നെ ഈ വസ്തുക്കളൊക്കെ എന്തിനുണ്ടാക്കി വെച്ചു എന്നതാണ്. ഈ ഈ പ്രബോധന റസൂലുള്ളയും റസൂലുള്ളാന്റെ കൂടെ വളരെ കുറച്ച് ആൾക്കാരും ബഹുഭൂരിപക്ഷത്തോട് ഇതിങ്ങനെ പറയാണ്, നിങ്ങൾ പോകുന്ന ഈ റൂട്ട് ശരിയല്ല, ഇബ്രാഹിം നബിന്റെ മില്ലത്തിലേക്ക് വരണം. അതിനുണ്ടായ പ്രതികരണം വീട്ടിൽ നിന്ന് പുറത്താക്കി, നാട്ടിൽ നിന്ന് പുറത്താക്കി, അവരെ സമ്പത്തെല്ലാം കണ്ടുകെട്ടി ബഹിഷ്കരിച്ചു. കൊടിയ പീഡനങ്ങൾക്ക് അവർ വിധേയരായി. അവർ നാട് വിട്ട് ഹിജറ പോകേണ്ടി വന്നു. ഒരുപാട് മർദ്ദനങ്ങൾ ഉണ്ടായി. ഇവരെ സ്വത്തൊക്കെ മക്കത്തെ മുശ്രിക്കീങ്ങൾ കണ്ടുകെട്ടി. ഇവര് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. എന്തിന്റെ പേരിൽ? മക്കത്തെ മുശ്രിക്കീങ്ങൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന സമ്പൽ സമൃദ്ധി ഏതൊരു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണോ ആ പ്രവാചകന്റെ ആദർശത്തിന് വേണ്ടി നിലകൊണ്ടത് കൊണ്ടാണ് ഇവർ പട്ടിണി കിടക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഒരു കച്ചവട സംഘം വരുന്നുണ്ട് മക്കയിൽ. ഈ കച്ചവട സംഘത്തിന് വിഭവങ്ങളിൽ ഏറെയും ഈ പാവപ്പെട്ട വിശ്വാസികളുടെ സമ്പത്ത് കൊള്ളയടിച്ച് അവർ കണ്ടുകെട്ടിയിട്ട് അതായിട്ട് അവർ കച്ചവടത്തിന് പോകുന്നത്. ന്യായമായും ഒന്ന് തടയാമെന്ന് അവർ കരുതി. പക്ഷേ അവിടെ യുദ്ധമാണ് നടന്നത്. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും ആ ചരിത്രം അറിയാം. പാഠങ്ങളാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. യുദ്ധം നടന്നു. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഉഖ്റാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് ആ രണ്ട് സംഘങ്ങളിൽ. രണ്ട് സംഘങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ആയത്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ഒന്ന് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, മറ്റൊന്ന് നിഷേധികളാണ്. ആ നിഷേധികളെ കണ്ണിൽ മറ്റുള്ളവരെ ഇരട്ടിയായി കാണിച്ചു കൊടുത്തു. അള്ളാഹ് പറയാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ സഹായിച്ചുകൊണ്ട് അള്ളാഹു പിൻബലം നൽകി. യുദ്ധം നടന്നു, മുസ്ലിമീങ്ങൾ വിജയിച്ചു. സഹോദരങ്ങളെ, ബദറിൽ നടന്ന യുദ്ധം അത് രണ്ട് വിശ്വാസങ്ങൾ തമ്മിലാണ്. ഒന്ന് അബൂജഹലും കൂട്ടരുമാണ്. അബൂജഹലാണ് നേതാവ് ശത്രു സൈന്യത്തിന്റെ. അബൂജഹലിന്റെ വിശ്വാസം എന്താ? ആകാശത്തെ പടച്ചത് അള്ളയാണ്, ഭൂമിനെ പടച്ചത് അള്ളയാണ്. ഈ കഅബയെ ഇബ്രാഹിം നബി കഅബ ഉണ്ടാക്കി, കഅബന്റെ നാഥനാരാ എന്ന് ചോദിച്ചാൽ അള്ള എന്നാ ഓല് പറഞ്ഞത്. അബ്രഹത്തും കൂട്ടരും കഅബയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ ഖുറൈശികൾ പറഞ്ഞു കഅബന്റെ മേൽനോട്ടക്കാരാണ് അവർ. അവർ പറഞ്ഞു കഅബന്റെ നാഥൻ കാത്തോളുന്ന്. ആ കഅബന്റെ നാഥൻ ആരാ? അള്ളയാണ്. ആ വിശ്വാസമുള്ള ആൾക്കാരാണ് അബൂജഹൽ അടക്കമുള്ളവർ. പിന്നെ എങ്ങനെ അവർ പച്ച മുശ്രിക്കായത്? ഇനി ആ യുദ്ധം നടക്കുമ്പം എല്ലാ യുദ്ധ സാമഗ്രികളും ഉള്ള ആൾക്കാരാണ് അബൂജഹലും കൂട്ടരും. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കല് ഒന്നുമില്ല. സഹാബികളെ കയ്യിൽ ചെറിയ പേനക്കത്തി മാത്രമേ ഉള്ളൂ, യുദ്ധസാമഗ്രികളില്ല, യുദ്ധതന്ത്രങ്ങൾ അറിയില്ല. 3 ഇരട്ടി അപ്പുറത്തുണ്ട് സൈന്യം. എല്ലാ യുദ്ധ സാമഗ്രികളോടും കൂടി യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. ഇവരതിന് വന്നതല്ല. ഇവരൊന്ന് പ്രതിരോധിക്കുക, എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങാന്ന് വിചാരിച്ച് വന്നോലാ. ഒന്നുമില്ല. അവരാ യുദ്ധത്തെ നേരിടേണ്ടി വന്നതവർക്ക്. ശരി, എന്നിട്ടും അബൂജഹലിന്റെ ഉള്ളിൽ പേടിയുണ്ട്. അബൂജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണാം. അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. ബദർ തുടങ്ങുന്നതിന് മുമ്പ് അബൂജഹലിന്റെ പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ അയ്യുനാ കാന അഫ്ജറു ലക വഅഖതഉ ലിർറഹിം ഫഅഖിൻഹുൽ യൗമ അയ്യുനാ കാന ഖൈറൻ ഇൻദക ഫൻസുറുഹു അയ്യുനാ കാന അഖതഉ ലിർറഹിം വഅതാന ബിമാ ലാ നഗ്രിഫ് ഫഹിമുൽ ഗദാ. അല്ലാഹുവേ, നിനക്കറിയാം. ആരാണ് അബൂജഹൽ അള്ളാനെ വിളിക്കുന്നത്? ഏതാണ് ഈ അള്ളാഹ്? കഅബന്റെ ഉള്ളിലെ കുറെ വിഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഒരു വലിയ വിഗ്രഹമെന്നൊന്നും വിചാരിക്കണ്ട. ഇബ്രാഹിം നബി ഏത് അള്ളാനെ പരിചയപ്പെടുത്തിയത്? ഈ ലബ്ബൈക്ക് അല്ലാഹുമ്മ എന്ന് ഇബ്രാഹിം നബിയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ അള്ളാഹു ഏതാ? ഇബ്രാഹിം നബി വിളിച്ച അള്ളാഹ് ഏതാ? ആ അള്ളാനെ തന്നെ അവർ വിളിക്കണത്, വേറെ ഏതെങ്കിലും വിഗ്രഹത്തെ അല്ല. കഅബന്റെ നാഥൻ എന്ന് പറഞ്ഞ അള്ളാഹ് ഏതാ? അതിന്റെ ഉള്ളിലെ വിഗ്രഹം ഇരുന്നോ? അല്ല.
അപ്പൊ അബൂജഹലിന്റെ വിശ്വാസം ആദ്യം പഠിക്കണം. അബൂജഹലിന്റെ വിശ്വാസം പഠിച്ചാൽ മാത്രമേ റസൂലുള്ളാഹിന്റെ വിശ്വാസം, മുസ്ലിമിന്റെ വിശ്വാസം, ഒരു മുഅ്മിനിന്റെ വിശ്വാസം മനസ്സിലാവുള്ളൂ. അബൂജഹൽ അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കണത്, പടച്ചോനെ അള്ളാഹുവേ, ഇതാ ഞങ്ങൾക്കറിയാത്ത പുതിയ ആദർശവുമായി വന്നവരാരാണെന്ന് നിനക്കറിയാം, ഖുറൈശികൾക്ക് ഭിന്നിപ്പുണ്ടാക്കുന്നത് ആരാന്നറിയാം, നാളത്തെ പ്രഭാതത്തിൽ ഇവരെ നീ പരാജയപ്പെടുത്തണമേന്ന്. ഇപ്പുറത്ത് അള്ളാഹിന്റെ റസൂലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന തുടങ്ങുന്നത് അല്ലാഹുമ്മാന്നാ. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, നീ എന്നോട് കരാർ ചെയ്തത് എനിക്ക് നീ തരണം പടച്ചോനെ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, നീ എനിക്ക് കരാർ നൽകിയത് എനിക്ക് നീ നൽകണം പടച്ചോനെ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫശ്ബിഉഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, ഇൻ തുഹ്ലിക് ആദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർള്. പട്ടിണി കിടക്കുന്നവരാണ്, ഉടുതുണിക്ക് മറുതുണില്ലാത്തവരാണ്, വിശക്കുന്നവരാണ് പടച്ചോനെ എന്റെ കൂടെയുള്ളവർ. ഈ കൊച്ചു സംഘത്തെ നശിപ്പിച്ചാൽ നീ മാത്രം ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല പടച്ചോനെ. അള്ളാന്റെ റസൂലും ദുആ ചെയ്യാണ്. ആരോട്? അള്ളാനോട്. രണ്ടും അള്ളാനോടാ. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, മുശ്രിക്കീങ്ങൾ, കാഫിറുകൾ അവര് ഭിന്നിച്ചിട്ടില്ല. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കിന ഹത്താ തഅതിയഹുൽ ബയ്യിന റസൂലുൻ മിനല്ലാഹി യത്ലു അലൈഹിം സുഹുഫൻ മുത്തഖറ. ഒരു റസൂലിനെ നിയോഗിച്ചു. ആ റസൂല് ഫിഹാ കുതുബുൻ ഖയ്യിമ വമാ തഫറഖ ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുൽ ബയ്യിന. ഇവരൊക്കെ ഭിന്നിച്ചത് വ്യക്തമായ തെളിവ്, ദൃഷ്ടാന്തം വന്ന് കിട്ടിയതിനു ശേഷം മാത്രമാണ്. വേദഗ്രന്ഥത്തിലെ മുശ്രിക്കീങ്ങൾ മാറിപ്പോയത് വ്യക്തമായ ദൃഷ്ടാന്തം, തെളിവ് വന്ന് കിട്ടിയതിനു ശേഷം മാത്രമാണ്. എങ്ങനെയാണ് അവര് ഭിന്നിച്ചു പോയത്? അതിന്റെ ബാക്കി പാരായണം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി കീഴ്വണക്കം അല്ലാഹ്ക്ക് മാത്രമാക്കിയിട്ട് ഇബാദത്ത് ചെയ്യാൻ മാത്രമേ അവിടെ കൽപ്പിച്ചിട്ടുള്ളൂ. എന്താണ് ഈ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ? സൂറത്ത് സുമറിന്റെ ആദ്യത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. ശ്രദ്ധിക്കണം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താണ് ഈ മുഖ്ലിസീന ലഹുദ്ദീൻ? അത് സൂറത്ത് സുമറിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹ് പറയുന്നുണ്ട്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. നിഷ്കളങ്കമായ കീഴ്വണക്കം അല്ലാഹ്ക്ക് മാത്രം അറിയണം. ബാക്കി എന്താ? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഖുർആനിൽ ഇങ്ങനെയൊക്കെ ആയത്തുണ്ടോ എന്ന് ഒരു പണ്ടൊരു സഹോദരൻ ചോദിച്ചു. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. സഹായിക്കണേ, രക്ഷിക്കണേ, കാവല് നൽകണമേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. അള്ളാഹ് കൊടുക്കുന്ന മറുപടി, ഇവർ ഈ സ്വീകരിക്കുക വഴി അള്ളാഹ്ക്ക് പുറമെ ഇബാദത്ത് ചെയ്തത് മാ ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഒരു അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് റസൂലുള്ള വന്നിട്ട് ഇബ്രാഹിം നബിന്റെ മില്ലത്തിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത്? എന്താ? അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഇവർ വിളിക്കണ അല്ലല്ല. വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ പറയണം ഖരീബാണ്, ഏറ്റവും അടുത്തവനാണ്. ഏറ്റവും അടുത്തവനിലേക്ക് പിന്നെ അടുപ്പിക്കാൻ എന്തിനാ ആള്? എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ സമീആണ്, ബസീറാണ്, അല്ലെങ്കിൽ ഗഫൂറാണ്, വദൂദ എന്ന് പറയാനല്ല പറഞ്ഞത്, ഖരീബാന്ന് പറയണം. അവിടെ പ്രശ്നം. മറ്റൊരു ആയത്തിലേക്കാണ് നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നാം നിങ്ങളെ ജീവനാഡിയേക്കാൾ ഏറ്റവും അടുത്തവനാണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? അവര് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മധ്യവർത്തികളെ വെച്ചു, ഇടയാളന്മാരെ വെച്ചു. ഈ ഇടയാള വിശ്വാസം ഇന്ന് മുസ്ലിമീങ്ങൾക്കുണ്ട്. അബൂജഹലിന്റെ വിശ്വാസമാണ് ഇത് ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കുള്ളത്. അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുത്തു. മുസ്ലിമീങ്ങൾ വിജയിച്ചു. ഇത് തസ്തഈതുന റബ്ബക്കും ഫസ്തജാബ ലഹും. റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ഓർക്കണം. അള്ളാഹിനോട് ഇസ്തിഗാസ നടത്തിയപ്പം അള്ളാഹ് ഉത്തരം കൊടുത്തു. അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. മലക്കുകളാണ് ഇറക്കിയിട്ട്, ആയിരക്കണക്കിന് മലക്കുകൾ ഇറക്കിയിട്ട് അള്ളാഹ് അവരാണ്ട് സഹായിച്ചു. അള്ളാഹിനോട് ഒന്ന് അബൂജഹല് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ശരിക്കും മനസ്സിലാക്കണം, അബൂജഹല് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, ഇടക്ക് ഇടയാളന്മാരെ വെക്കുന്നു അള്ളാഹിലേക്ക് അടുക്കാൻ.
നബി ഇടയാളന്മാരെ ഒഴിവാക്കി അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞു. ആർക്കാ സഹായം കിട്ടിയത്? മുസ്ലിമീങ്ങൾക്ക്. ഇടയാളന്മാരെ ഒഴിവാക്കി. മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ അംഗീകരിക്കാത്തവരായിരുന്നില്ല മക്കത്തെ മുശ്രിക്കുകൾ, ആദ്യമേ അംഗീകരിച്ചവരാ. പക്ഷെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇവർ മധ്യവർത്തികൾ വെച്ചു. അതാണ് അബൂജലിന് പറ്റിയ ശിർക്ക്. അതാണ് ഇന്നത്തെ സമൂഹത്തിനും പറ്റിയ ശിർക്ക്. ഇതാണ് സഹോദരങ്ങളെ ബദറിന്റെ വലിയ പാഠം. ഇന്നിപ്പോ എന്താണ് വലിയ വലിയ പണ്ഡിതന്മാര് എഴുതുന്ന പുസ്തകങ്ങളിൽ, ഇപ്പൊ അടുത്ത് കുണ്ടൂർ ഉസ്താദ് എഴുതിയ പുസ്തകം, അയാള് പറയാണ്, ഈ ബദർ തവസ്സുൽ ഒരു ബൈത്തുണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്ക്. എല്ലാ ഗുണങ്ങളും നേടാൻ, കുറ്റങ്ങൾ നീങ്ങാൻ, സ്വർഗത്തിലെത്താൻ, കടം വീട്ടി സന്തോഷിക്കാൻ, കുടുംബത്തിന് ഗുണം ചെയ്യാൻ, ഹൈറായ പാതയിൽ നീങ്ങാൻ, സന്താനങ്ങൾ കിട്ടാൻ, സൗകര്യമുള്ള വീടുണ്ടാകാൻ, പ്രസവം എളുപ്പമാകാൻ, പ്രഷർ, പ്രമേഹം, അറ്റാക്ക്, ക്യാൻസർ ശിഫ കിട്ടാൻ, കച്ചവടം, കൃഷി, ജോലിയിൽ ബർക്കത്ത് കിട്ടാൻ, വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കാൻ, സിറാത്തിൽ ഇടിമിന്നൽ വേഗത്തിൽ സിറാത്തിലൂടെ പോകാൻ, ദണ്ണം, വബ, വസൂരി, മറ്റ് രോഗങ്ങളൊക്കെ ശിഫയാകാൻ ബദരീങ്ങളെ ഇടയാളന്മാരാക്കി അള്ളാഹിനോട് പ്രാർത്ഥിക്കാന്ന്. ബദരീങ്ങൾ എന്തിന്? ഇടയാളന്മാരെ ഒഴിവാക്കി അള്ളാഹിനെ നേരിട്ട് പ്രാർത്ഥിക്കാനാ ബദരീങ്ങള്. ഈ പണ്ഡിതന്മാർ എഴുതി വിടുന്നത് ഇക്കാര്യങ്ങളൊക്കെ നേടാൻ ബദരീങ്ങളെ ഇടയാള തവസ്സുലാക്കിയിട്ട് അള്ളാഹിനോട് ചോദിക്കാന്ന്. നേരെ വിപരീതം. സഹോദരങ്ങൾ, ഇത് പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നഷ്ടപ്പെടുന്നത്. റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കണം. ഇനി നോക്കൂ നിങ്ങൾ, ആരാധനകളൊക്കെയും അല്ലാഹ്ക്ക് മാത്രം. ഇതിന്റെ പേരിൽ നടക്കുന്ന അറവ്, ബദരീങ്ങളെ ആണ്ട്. അങ്ങനെ ബദരീങ്ങളെ ആണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ്ട് എന്ന് പറഞ്ഞൊരു കൊല്ലം കൂടുമ്പോഴാ ബദർ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ആണ്ട് നടത്താൻ അന്ന് ബദരീങ്ങൾക്ക് അവരവസ്ഥ എന്തായിരുന്നു ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനി അതൊക്കെ പോട്ടെ, പിൽക്കാലത്ത് ഇതൊക്കെ കഴിഞ്ഞ്, യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ്, ഇസ്ലാമൊക്കെ റെഡിയായി, സമ്പൽ സമൃദ്ധമായി, എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ നീങ്ങി, ആദ്യത്തെ 3 നൂറ്റാണ്ട് നിങ്ങൾ പരിശോധിക്കുക. എവിടെയെങ്കിലും ഇങ്ങനെ ബദറിന്റെ ഓരോ കൊല്ലം വരും ബദരീങ്ങൾ ആണ്ട് എന്ന് പറഞ്ഞ ആണ്ട് നടത്തിയോ? എവിടെ അതിന് രേഖ? ഖുർആനിൽ ആയത്തുണ്ടോ? നബി വഫാത്താകുന്നതിന് മുമ്പ് ഇറങ്ങണല്ലോ ഖുർആനില്. എങ്കിൽ ഇത് ഇത്രയും വലിയ ദീനിയായ കാര്യമാണെങ്കിൽ ദീനിൽ അള്ളാഹ് പഠിപ്പിക്കൂലേ? ഖുർആൻ പൂർത്തിയായതല്ലേ? അതിന്റെ ഉള്ളിലുണ്ടോ? ഖുർആനിൽ ഇല്ലാന്ന് ഉറപ്പാ. എങ്കിൽ റസൂലുള്ളാഹിന്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ടോ? എവിടെങ്കിലും കാണാൻ കഴിയോ? എവിടെയും കാണാൻ കഴിയില്ല. പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. എന്നിട്ട് എന്താക്കി? ആണ്ടിന് ബദരീങ്ങളെ പേരിൽ അറവ് തുടങ്ങി. ബദരീങ്ങൾക്ക് വേണ്ടി അറുക്ക, ബദരീങ്ങളെ പോത്ത്, ബദരീങ്ങൾക്ക് വേണ്ടി അറവ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രം അറക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഭാഗ. കാരണം ആ അറവ് ഇബാദത്താണ്. ഇബാദത്ത് അല്ലാത്തവർക്ക് പറ്റൂല. ഉദ്ഹിയ്യത്തിനേക്കാൾ വലിയ പോത്തും എണ്ണത്തിലും വണ്ണത്തിലും വലിപ്പത്തിലൊക്കെ ബദരീങ്ങൾ ആണ്ടിനോടനുബന്ധിച്ചുള്ള പോത്ത് അറക്കാണ് പള്ളികളിൽ. എന്താണ് ഇസ്ലാമികമായ ഇതിന്റെ വിധി? നബിനോട് അള്ളാഹ് പറഞ്ഞു, ഇന്ന അഅ്തനാക്കൽ കൗസർ, ധാരാളം അനുഗ്രഹങ്ങൾ തന്നു താങ്കൾക്ക് നബിയെ. ഫസ്വലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, റബ്ബിന് വേണ്ടി ബലിയറുക്കുക. വസല്ലി ലിറബ്ബിക വൻഹർ, നിസ്കാരം വേറെ ആർക്കെങ്കിലും പറ്റുമോ? നിസ്കാരം ആർക്കെങ്കിലും പറ്റും? ബദരീങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ച എന്താ ഹുക്മ്? ഫസല്ലി ലിറബ്ബിക വൻ, ഇത് കാണാപ്പാട് അറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, വൻഹർ, ബലിയറുക്കുക. റബ്ബിന് മാത്രമായിരിക്കണം നിസ്കാരം, റബ്ബിന് മാത്രം ബലിയറുക്കേണ്ടത്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹമൽ ഇൻസിർ, പന്നി മാസം ഹറാമാണ്, രക്തം ഹറാമാണ്, ശവം ഹറാമാണ്. വമാ ഉഹില്ല ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്നതും ഹറാമാണ്. ഖുർആൻ ഹറാമാക്കിയതാ, അത് തിന്നാൻ പറ്റൂല, ഹറാമായ ഭക്ഷണ. അള്ളാന്റെ ശാപമുണ്ട്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹ് അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥവൻ അള്ളാന്റെ ശാപമുണ്ടെന്ന ശാപം കിട്ടുന്ന പരിപാടിയാണ്. മതത്തിൽ നിന്ന് പുറത്തു പോകും. ഇബ്നു ഹജർ ഹൈതമി പറയാണ്, ഖാലൽ ഉലമാ ലൗ ദബഹ മുസ്ലിമുൻ ദബീഹതൻ വഖസദ ബിദബിഹിഹാ അത്തഖറബ ബിഹാ ഇലാ ഗൈരില്ലാഹി തആല, ഒരു മുസ്ലിം അറുത്തു, അല്ലാഹ് അല്ലാത്തവർക്ക് വേണ്ടി അറുത്തു എങ്കിൽ സാറ മുർത്തദ്ദൻ, അവൻ ദീനിൽ നിന്നും പുറത്തുപോയി. മുർത്തദ്ദാണ് പരിപാടിയാ. വദബിഹത്തുഹു ദബിഹത മുർത്തദ്ദിൻ, അവന്റെ അറിവ് മുർത്തദ്ദിന്റെ മതത്തിൽ നിന്ന് പുറത്തുപോയ അവന്റെ അറിവാണ്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ബദരീങ്ങളെ പേരിലാണെങ്കിലും ബിസ്മില്ലാ എന്ന് പറഞ്ഞ അള്ളാന്റെ നാമത്തിലല്ല അറക്കണെന്നാ. എങ്കിൽ അതിന്റെ മറുപടി എന്താണ്? ബിസ്മി ചൊല്ലിയിട്ട് ഒരാൾ അള്ളാന്റെ പേരിൽ അല്ലാതെ
ബദരീങ്ങൾക്കോ മറ്റോ ആർക്കെങ്കിലും ആകട്ടെ അറുത്താൽ കമൻ ദബഹ ലിസ്സനമി, വിഗ്രഹത്തിന് അർത്ഥതുപോലെയായി അത്. അബിസലീബി ഔലി മൂസ ഔലി ഈസ അലൈഹിസ്സലാം, മൂസാ നബിക്ക് ഈസാ നബിക്കൊക്കെ വേണ്ടി അർത്ഥ പോലെയായി. ഔലിൽ കാബ, മക്കത്തെ മുശ്രിക്ക് കഅബയിലേക്ക് അർത്ഥിരുന്നു, അതുപോലെ കാബയ്ക്ക് വേണ്ടിയുള്ള അർത്ഥമായി. വനഹ്വ ദാലിക ഫകുല്ലു ആദിഹി ഹറാം, ഒക്കെയും ഹറാമാണ്. വലാ തഹില്ലു ആദിഹി ദബിഹ, ഈ അറിവൊന്നും തന്നെ അനുവദനീയമല്ല. സവാഉൻ കാന ദാബിഹു മുസ്ലിമൻ, അറുത്തവൻ മുസ്ലിമാണെങ്കിലും ശരി. നസ്സ അലൈഹി ഷാഫിഈ, ഷാഫിഈ മദ്ഹബിൽ ഇതാണ് പ്രമാണമായി വന്നിട്ടുള്ളത്. വത്തബ അലൈഹി അസ്ഹാബുന, ഷാഫി മദ്ഹബിൽ പിന്തുടർന്നു വന്ന എല്ലാവരും പിൻപറ്റിയിട്ടുള്ള മാർഗം ഇതാണ്. ഇത് ഷറഹ് മുസ്ലിമിൽ എന്നാണ് ഞാൻ ഈ വായിച്ചത്. ഷറഹ് മുസ്ലിമാണ്. ഷാഫി മദ്ഹബിലടക്കം ഇത് പറയുന്നുണ്ട്. പക്ഷേ ഏടിലുള്ളതല്ലല്ലോ നാട്ടിലുള്ളത്, കിതാബിലുള്ളത് സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കൂലല്ലോ. അതിന്റെ പേരിൽ എന്തൊക്കെ നേട്ടം കിട്ടും, ആ നേട്ടമാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ബദരീങ്ങളെ കൂടെ സ്വർഗത്തേക്ക് പോകണം. ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുക. ബദരീങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം. ഷിയാഹു ബദർ, നബിയുടെ സഹാബികൾ ഏറ്റവും ഉത്തമന്മാര് ബദറിലെ ഷെയ്ഖുമാരാണ്. എങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടത്? അവർ ഏതൊരു ആശയത്തിന് വേണ്ടി ജീവിച്ചോ ജീവിക്കണം. അവർ ഏതൊരു ആശയത്തിന് വേണ്ടിയാണോ ഷഹീദായത്, ആ ആശയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. എന്നിട്ട് ആ ബദരീങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ ബദരീങ്ങളെ കൂടെ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. അതാണ് റമദാൻ 17 ബദർ നൽകുന്ന സന്ദേശം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് എന്തൊക്കെ നൽകിയോ ആ നൽകിയതിലെല്ലാം വർധനവ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ജോലിയിൽ വർധനവ്, ശമ്പളത്തിൽ വർധനവ്, ആയുസ്സിൽ വർധനവ്, ആരോഗ്യത്തിൽ വർധനവ്, എല്ലാറ്റിലും വർധനവ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ആർക്കാണ് അല്ലാഹു വർധനവ് കൊടുക്കുക? ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. ഉള്ള തന്ന വരുമാനത്തിൽ, അത് പടച്ചവന്റെ നിയമത്താണല്ലോ. തന്ന ആരോഗ്യം അത് നിയമത്താണല്ലോ. തന്ന ആയുസ് അത് നിയമത്താണല്ലോ. നന്ദി കാണിക്കുകയാണെങ്കിൽ കൂട്ടിത്തരാം, വർദ്ധിപ്പിച്ചു തരാം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, റമദാൻ ഒരു അവസരമാണ്, നമുക്കുള്ള അവസരമാണ്. എല്ലാ നിഅമത്തിനെപ്പറ്റി നാളെ പരലോകത്ത് ചോദ്യം ഉണ്ടാകും, മറുപടി പറയേണ്ടി വരും. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ കിടക്കുമ്പോൾ ഒരു ഈത്തപ്പനന്റെ ഓലയിലാണ് കിടക്കണത്. ഒരു ഈത്തപ്പനന്റെ ഓലയിലാണ് അദ്ദേഹം വഫാത്താകാൻ കിടക്കുന്നത്. കണ്ണീരിങ്ങനെ വരുന്നുണ്ട്, കണ്ണുനീർ ധാരധാര ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന മറ്റേ സഹാബികൾ ചോദിച്ചു, എന്താണ് സഅദ് ഇങ്ങനെ കരയുന്നത്? ആരാണെന്നറിയോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണ്. എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാന്റെ അടുക്കിലേക്ക് പോവുകയാണ്, എനിക്കധികം സമയമില്ല, മരണാസന്നനായി കിടക്കുകയാണ്. എനിക്ക് അല്ലാഹു തന്ന നിഅമത്ത് നാളെ ചോദിക്കുമല്ലോ, ഞാൻ എന്ത് മറുപടി പറയും? ആ ബേജാറിലാണ്. അപ്പൊ അവർ ചോദിച്ചു, എന്താണ് സഅദ് നിനക്ക് ഇത്രമാത്രം അനുഗ്രഹം പടച്ചോൻ ഇങ്ങനെ ബേജാറാകാനുള്ള ഞങ്ങൾക്കറിയാത്ത എന്ത് അനുഗ്രഹം തന്നത് എന്ന് ചോദിച്ചു. അവരിങ്ങനെ ചുറ്റും നോക്കി, ഒന്നും കാണാനില്ല. എന്നിട്ട് അവർ പറഞ്ഞു, സഅദേ, എന്താണ് നീ ബേജാറാകുന്ന അനുഗ്രഹം? നീ ഒന്ന് പറയേ. എന്നിട്ട് അവർ പറഞ്ഞു, നീ ഒരു നല്ല വസ്ത്രം ധരിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ല, നീ ഒരു നല്ല ഭക്ഷണം കഴിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ല, നിനക്കൊരു നല്ല വീടില്ല, നീ മരിക്കാൻ കിടക്കുന്നത് പോലും ഈ ഈത്തപ്പനന്റെ ഓലയിലാണ്. പിന്നെ എന്ത് നിയമത്താണ്? അദ്ദേഹം ഇങ്ങനെ ചൂണ്ടി മൂലയിലേക്ക്. ഒരു ഈത്തപ്പന ഓലയുടെ മറവിൽ 2 സാധനം അവർ കണ്ടു. ഒന്ന് വക്ക് പൊട്ടിയൊരു തോൽപാത്രം, അദ്ദേഹം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തോൽപാത്രം, വക്ക് പൊട്ടി പഴയതാണ്. തുരുമ്പ് പിടിച്ചൊരു പ്ലേറ്റ്, ഭക്ഷണത്തിന് നനവ് പറ്റിയിട്ട് വർഷങ്ങളായിട്ട് തുരുമ്പ് പിടിച്ച ഒരു പ്ലേറ്റ്. ഇത് രണ്ടും ചൂണ്ടിയിട്ടാണ് പറയണത്, ഈ അനുഗ്രഹം ഞാൻ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഈ നിയമത്ത് പടച്ചോൻ തന്നതാ. ഈ 2 സാധനം ചൂണ്ടിയിട്ട് പറയാണ്, ഇതിന് ഞാൻ എന്ത് മറുപടി പറയുമെന്ന്. സഹോദരങ്ങളെ, നമുക്കൊക്കെ ഏതൊക്കെ നിയമത്തിലേക്ക് ചൂണ്ടാനുണ്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ ചോദ്യം ഉണ്ടാവുമ്പോൾ. സഹോദരങ്ങളെ, കഴിഞ്ഞ റമദാനിലുള്ള പലരും നമ്മളെ കൂടെ ഇല്ല, നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല അടുത്ത റമദാനിൽ. പലർക്കും അവസാനത്തെ അവസരമായിരുന്നു കഴിഞ്ഞ റമദാൻ. നമ്മൾ അപ്പുറം ഇപ്പുറം ഇരുന്നവർക്കൊക്കെ നമുക്കും ഒരു പക്ഷെ അവസാന അവസരമാകാം. നന്നായി നമ്മൾ റബ്ബിന് ശുക്ർ തന്ന നിഅമത്തിന്. സുലൈമാൻ നബി
പറഞ്ഞു ഹദാമിന് ഫദ്ലി റബ്ബിന്ന്. ഒരു പെരണ്ടായ നമ്മൾ സെക്യൂരിറ്റിക്കും, ഒരു വാഹനം ഉണ്ടായാൽ സെക്യൂരിറ്റിക്കും ഹദാമിന് ഫദ്ലി റബ്ബി. സുലൈമാൻ നബിന്റെ വാക്ക. ആരാ സുലൈമാൻ നബി? നബിയാണ്, രാജാവുമാണ്. ദാവൂദ് നബിന്റെ മോനാ. ദാവൂദ് നബിയാണ് രാജാവ്, ഒരു രാജഭരണത്തിന്റെ ശില്പിയാണ്. എന്നിട്ടും ഹദാമിന് ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി എന്താ? ബാക്കി നമുക്കൊന്നും അറിയില്ല. നമ്മൾ പെരണ്ടാക്കിയാൽ ഇത് പറയും, വാഹനം ഉണ്ടാക്കിയാൽ ഒട്ടിക്കും. അതിന്റെ ബാക്കിയുണ്ട്. ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഞാൻ നന്ദി കാണിക്കോ നന്ദികേട് കാണിക്കോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്റെ റബ്ബ് തന്ന ഫദ്ലാന്ന. ആല ദാവൂദ ശുക്ര. ഖുർആൻ ആല ദാവൂദ ശുക്ര. ദാവൂദ് നബിന്റെ കുടുംബ ശുക്ർ കാണിച്ചു എന്ന്. സുലൈമാൻ നബി ദാവൂദ് നബി ശുക്ർ കാണിച്ചു. സഹോദരങ്ങളെ, റമദാനിൽ രാത്രി നിസ്കാരം, ഖുർആൻ പാരായണം ചെയ്യാം. അല്ലാഹുവിന്റെ റസൂല് നീര് വന്ന് ചോദിച്ചില്ലേ, എന്തിനാണ് ഇങ്ങനെ കാല് നീര് വന്ന് രാത്രി നിസ്കാരം? അഫല അകൂന അബ്ദൻ ഷക്കൂറ. ഒരു നന്ദിയുള്ള അടിമ ഞാൻ ആകണ്ടേന്നാണ് റസൂല് ചോദിച്ചത്, അല്ലേ സഹോദരങ്ങളെ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. റബ്ബിന്റെ ചോദ്യത്തെ നമ്മൾ ഭയപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ചെറമംഗലത്തെ നമ്മുടെ സജീവദായിയായിരുന്ന ഇബ്രാഹിം കുട്ടി സാഹിബ് പോയി കുറച്ച് സമയം മുമ്പ് മരണപ്പെട്ടു. വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഹസനാത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ ബാക്കിയുള്ള ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ധാരാളം അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് ശരീരത്തിന് ആരോഗ്യവും ആയുസ്സും ആഫിയത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എങ്ങനെയാണ് മരണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتلاوتنا وزكاتنا وصدقاتنا وتمم تقصيرنا وقض حوائجنا يا قاضي الحاجات. اللهم اجعل هذا الشهر الشريف رمضان شاهدا لنا ولا شاهدا علينا وحجة لنا ولا حجة علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.